BJP നടപ്പാക്കുന്ന ഒട്ടേറെ തെറ്റായ നടപടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്കാലത്ത് നടപ്പാക്കിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇന്നനുഭവിക്കുന്ന അവകാശങ്ങൾ ആരെങ്കിലും ദയാവായ്പോടെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തതല്ല. ഈ രാജ്യത്തിലെ തൊഴിലാളികൾ ദീർഘമായി നടത്തിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ത്യാഗപൂർവമായ പോരാട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് യാതനകൾ, അറസ്റ്റുകൾ, ജയിൽവാസങ്ങൾ, മർദ്ദനങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, ചിലപ്പോൾ രക്തസാക്ഷിത്വങ്ങൾ നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തിന് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ അവകാശം നേടിയെടുത്തത്. ആ അവകാശങ്ങളാകെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, തൊഴിലാളിയുടെ സംഘടനാ അവകാശം പോലും ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്തത് BJP. രാജ്യത്തുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളാകെ BJP സ്വാഭാവികമായിട്ടുണ്ടാകില്ലല്ലോ, അവരുടെ സംഘടന ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇതിൽ പ്രതിഷേധിക്കാൻ തയ്യാറായി. എല്ലാവരും കൂടിയുള്ള പ്രതിഷേധ പരിപാടികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ വരുന്ന 12-ാം തീയതി പൊതുപണിമുടക്ക് നടത്താൻ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചു. എന്താണ് ഇവിടുത്തെ കോൺഗ്രസ് തീരുമാനിച്ചത്? ഇവിടെ CITയും AITUCയുമായി യോജിച്ചുകൊണ്ട് സമരം നടത്താൻ പാടില്ല. INTUCക്കാരോട് അതിൽ നിന്ന് പിൻവാങ്ങാൻ രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശം. എന്താണിത് കാണിക്കുന്നത്? ഇത് BJPക്കെതിരെയുള്ള BJPയുടെ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തുകയാണോ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യുക? വ്യക്തമല്ലേ? ആ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തലാണ്. അതാണ് കോൺഗ്രസും ലീഗും ചെയ്തത്. അവർ രണ്ടുപേരും കേരളത്തിലെ INTUCയോടും STUവിനോടും നിങ്ങൾ യോജിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് പല കാര്യങ്ങളിൽ നാം കണ്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയെ, സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം രാജ്യവ്യാപകമായി എല്ലാ സംഘടനകളും കൂടി തീരുമാനിച്ചുറപ്പിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ അത് വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് BJP വിധേയത്വം കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകുന്നു എന്നത് നാം കാണാതിരിക്കരുത്.